ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്താണ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊന്നുമല്ല, അതായത് വളരെ എളുപ്പത്തിൽ ഒരു മഷ്റൂം കറി ഉണ്ടാക്കാം. അതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മഷ്റൂം കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു കുക്കർ എടുക്കാം, അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഫൈനാക്കി മുറിച്ചോളൂ, കുഴപ്പമില്ല. എന്നിട്ട് ഒരു സവാള നീളത്തിൽ അരിയുന്നത് അത് മാറ്റി വെക്കാം. ഒരു പച്ചമുളക് ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗാർലിക്കും കുറച്ച് ജിഞ്ചറും ഒക്കെ മുറിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇടാം. അത് കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഇതിന്റെ കൂട്ടത്തിൽ, അത് മീഡിയം സൈസിലാവാം അല്ലെങ്കിൽ ലാർജ് സൈസിലുള്ളതാവാം. അത് അത്യാവശ്യം മുറിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ഒഴിച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച്, അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചോളൂ. നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പിലുള്ള ഒരു കറി, അതായത് ചപ്പാത്തി അല്ലെങ്കിൽ നാൻ, ഇങ്ങനെയുള്ള എന്താണോ നിങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഗീ റൈസ്, ഇതിനൊക്കെ ഉള്ളൊരു കറിയാണ് മഷ്റൂം കറി. വളരെ എളുപ്പത്തിൽ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുക്കറിൽ വെക്കുക. കുക്കറിൽ വെച്ച ശേഷം 3 വിസില്, അതിനുശേഷം ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വെക്കുക. അതായത് എത്ര നേരം വേണമെങ്കിലും വെക്കാം, നമുക്ക് കരിഞ്ഞു പോവില്ല എന്ന് ഉറപ്പുള്ള അടുത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടൈം തന്നെ ഇത് വെക്കുക. നന്നായി ആയിക്കോട്ടെ. എന്ന ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തക്കാളി ഉരുളക്കിഴങ്ങ് കറി കിട്ടും. അതിന് നന്നായിട്ട് നമ്മളൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി മാഷായി ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ഫോമിൽ കിട്ടും. ഇതിലോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അത് പിന്നീട് കട്ടി ആയിക്കൊള്ളും. അപ്പോൾ ഡോണ്ട് വറി, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായി തന്നെ ഈ ഗ്രേവിയിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒക്കെ ഒഴിക്കാം. ചൂടുവെള്ളം കുറച്ചുകൂടെ നല്ലതാണ്, പക്ഷെ പച്ചവെള്ളം ഞാൻ ഒഴിച്ചത്. അത് കഴിഞ്ഞ ശേഷം അത് ഓപ്പൺ ചെയ്യുക. അതിലോട്ട് ഈ പറയുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മഷ്റൂം വേവാൻ ഏകദേശം 6 അല്ലെങ്കിൽ 7 മിനിറ്റ് സമയം മതി. ആ മഷ്റൂം കൂടി ഇട്ട് കൊടുക്കുന്നു. മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ ഗരം മസാല അതിലോട്ട് ഒരു 1/4 സ്പൂണോ 1/2 സ്പൂണോ ആഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ആഡ് ചെയ്യുക. ഒരു ഫ്ലേവർ എൻഹാൻസിന് വേണ്ടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് ഒരു സ്പൂൺ തേങ്ങ, ഒരു സ്പൂൺ തന്നെ മതി, ഒരു സ്പൂൺ തേങ്ങ, ഒരു 3 കാഷ്യൂനട്ട്, ഇത് മൂന്നും കൂടെ അത്യാവശ്യം നന്നായി വെള്ളം ചേർത്ത് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ച ശേഷം ഇതിലോട്ട് മിക്സ് ചെയ്യുക. കുറച്ച് എണ്ണ ഒഴിക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കരിവേപ്പിലയുടെ, അത്രയേ ഉള്ളൂ, കറി റെഡി. നമ്മൾ ഇതിൽ കൂടെ നമ്മുടെ പനിക്കൂർക്കയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പനിക്കൂർക്ക ഉണ്ടാക്കിയിട്ട് മോൾക്ക് ചെറിയൊരു ത്രോട്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, കൈയൊക്കെ ശരിക്കും പൊള്ളുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ അത് റെഡിയാക്കുന്നുണ്ട്. കൂടാതെ കുട്ടികൾക്കുള്ളൊരു ടിപ്പാണ്, ആ വെള്ളം നല്ലതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ഒരു എന്താ അതിന്റെ പേര്, ദാഹശമനി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളം കിട്ടും. നമ്മൾ ആ ഒരു സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ഭയങ്കരമായിട്ടൊരു പിങ്ക് കളർ കിട്ടും. ആ കളർ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വെള്ളം കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ വെള്ളം കുടിക്കും. മോൾക്ക് വെള്ളം കുടിക്കാൻ യാതൊരു മടിയില്ല, പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ പിങ്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ഓർമ്മയുള്ള സമയങ്ങളിൽ വല്ലപ്പോഴൊക്കെ, എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറില്ല. എൻ്റെ കൈ ശരിക്കും പൊള്ളിയിട്ടോ റെഡ് കളർ ആയിട്ടുണ്ടായിരുന്നു. ഇതിലത്ര കാണുന്നില്ല, എന്നാലും നന്നായി പൊള്ളിയിട്ട് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, കറിയാക്കി. ചപ്പാത്തി പ്രസ്സറിലാണ് ഉണ്ടാക്കുക. ഞാൻ ചപ്പാത്തി പ്രസ്സറിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ മറന്നുപോയി, ചപ്പാത്തി പ്രസ്സർ വാങ്ങിച്ചിട്ട് കുറച്ചായി. പക്ഷെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ അത്ര അങ്ങോട്ട് പോരാ, എങ്കിലും ഈസി പ്രോസസ്സാണ് കേട്ടോ. പിന്നെ ഈ പനിക്കൂർക്ക ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചു കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൽ ഈ കരി പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.